സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദിനിയുടെ അനിയത്തിയെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചേർത്താൻ കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവിടെ വെച്ച് മിത്ര ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. 2 ലക്ഷം രൂപ കൊടുത്ത് നന്ദിനി ആ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചതാണെന്നും എന്നൊക്കെ വരുത്തി തീർക്കാൻ മിത്ര തന്നെ 2 ലക്ഷം രൂപ സ്കൂളിൽ കൊടുത്ത് നന്ദിനിയുടെ അനിയത്തിക്ക് അഡ്മിഷൻ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. നന്ദിനിയും അനിയത്തിയും വലിയ സന്തോഷത്തിലായിരിക്കും. ഇത്രയും വലിയ സ്കൂളില് ഒരു ഡൊണേഷൻ പോലും കൊടുക്കാതെ തൻ്റെ അനിയത്തിക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് വളരെ സന്തോഷത്തിലായിരിക്കും നന്ദിനിയും അനിയത്തിയും. ഇതിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്ന് നന്ദിനി കരുതുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് പത്മ ഫയൽസ് എല്ലാം നോക്കുന്നത്. ഡൊണേഷൻ കൊടുത്തവരുടെ എല്ലാം ലിസ്റ്റ് എല്ലാം എടുത്ത് നോക്കുന്ന സമയത്താണ് സ്കൂളിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ കാര്യം പത്മ കാണുന്നത്. ഇത് കാണുന്നതും ഹസ്ബൻഡിൻ്റെ അടുത്ത് പത്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഈ പൈസ കൊടുത്തതെന്ന്. അല്ല എന്ന് അദ്ദേഹവും പറയുന്നു. അതോടുകൂടി ഈ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നായിരിക്കും. അങ്ങനെ അവസാനം പത്മ കണ്ടുപിടിക്കുന്നുണ്ട്, നന്ദിനിയുടെ അനിയത്തിക്ക് സ്കൂളിൽ അഡ്മിഷനായിട്ട് ഈ 2 ലക്ഷം രൂപ തൻ്റെ ഡൊണേഷനായിട്ട് കൊടുത്ത രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. അതോടുകൂടി പത്മത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നന്ദിനിയോ ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ നന്ദിനിയെ വിളിക്കുന്നുണ്ട് പത്മ. പത്മ നന്ദിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. നിന്റെ അനിയത്തിയെ പഠിപ്പിക്കാൻ എൻ്റെ പൈസ വേണം അല്ലേടി എന്നൊക്കെ ചോദിച്ച് നാണം കെടുത്താണ്. ഇതൊന്നും അറിയാത്ത നന്ദിനി ചോദിക്കുന്നുണ്ട്, മാഡം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് ശരിയാ, എന്നാ മാഡത്തിൻ്റെ കീഴിലൊന്നുമല്ല ഞാൻ അവൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ എന്താടി ഈ കാണുന്നേ? അച്ഛനും മോളും പേരും കളിയാ. വീട്ടിലുള്ളവർ മുഴുവൻ അങ്ങനെ തന്നെയാ. വീട്ടിലുള്ളവരെയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, മാഡം ഞാൻ വേണമെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മാഡം പറയുന്നത് പോലെ ഞാൻ ആ പൈസ എടുത്തിട്ടുമില്ല. ഇനി മാഡത്തിന് ആ പൈസ തിരികെ തരാതെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞ് നന്ദിനി ഇറങ്ങുന്നുണ്ട്. എന്നാ ഇതൊന്നും സൂര്യ അറിയുന്നില്ല. ഇതറിഞ്ഞ് സൂര്യ നേരെ നന്ദിനിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. നന്ദിനിയാണെങ്കിലോ വീട്ടിലോട്ട് വന്ന് വീട്ടിലുള്ളവരോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരാകെ സന്തോഷത്തിലാണ്. അനിയത്തിക്ക് ഇങ്ങനൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ. എന്നാൽ നന്ദിനി പറയുന്നുണ്ട്, ഇത് നമുക്ക് വേണ്ട മോളെ, ഈ സ്കൂളിൽ നീ ഇനി പഠിക്കണ്ട. അങ്ങനെ നന്ദിനി സ്കൂളിലോട്ട് ചെല്ലുന്നുണ്ട് അനിയത്തിയെയും വിളിച്ച്. ഈ സമയത്ത് തന്നെ സൂര്യ നന്ദിനിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ സ്കൂളിലോട്ട് പോയെന്ന് വീട്ടിലുള്ളവർ പറയുന്നു. അവിടെ ചെന്ന് എന്തായാലും അഡ്മിഷൻ വേണ്ട എന്ന് വെക്കുമെന്ന് സൂര്യയ്ക്ക് അറിയാവുന്നത് കൊണ്ട് പ്രിൻസിപ്പാളിനെ വിളിക്കുന്നുണ്ട്. ഒരിക്കലും ആ കുട്ടിക്ക് അവിടെ സീറ്റ് കൊടുക്കാതിരിക്കരുതെന്ന്. അതുകൊണ്ട് പ്രിൻസിപ്പാള് നന്ദിനിയോട് പറയുന്നു, ഇനി എന്തായാലും അഡ്മിഷൻ വേണ്ട എന്നും വെക്കാൻ പറ്റില്ല. പ്ലീസ് മാഡം ഞാൻ പറയുന്നത് കേൾക്ക്. എൻ്റെ സാഹചര്യം ഇപ്പം അങ്ങനെയാ. ആ പൈസ തിരികെ അതേ അക്കൗണ്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അതൊന്നും നടക്കില്ല. എന്തായാലും മോളിവിടെ പഠിക്കട്ടെ അല്ല മോളെ, നിനക്കിവിടെ പഠിക്കണ്ടേ എന്നൊക്കെ പ്രിൻസിപ്പാൾ ചോദിക്കുന്നു. അനിയത്തിയാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും ആ പൈസ തിരികെ കിട്ടില്ല എന്ന് നന്ദിനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും ആ 2 ലക്ഷം കൊടുക്കാതെ ഇനി ആ വീട്ടിലോട്ട് വരില്ല എന്ന് നന്ദിനി ഉറപ്പിക്കുന്നുണ്ട്. സൂര്യ പലതവണ വിളിക്കാൻ വന്നിട്ടും നന്ദിനി വീട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കില്ല. പൈസയ്ക്കായിട്ട് പലരോടും കടം ചോദിക്കുന്നുണ്ട് നന്ദിനി. നന്ദിനി പൈസയ്ക്കായി നട്ടോട്ട് ഓടുന്നത് സൂര്യയ്ക്ക് മനസ്സിലാവുന്നു. സൂര്യ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്താൽ നന്ദിനി വാങ്ങിക്കില്ലല്ലോ. അതുകൊണ്ട് അറിയുന്ന ആളെ വെച്ച് ഒരു നാടകം കളിക്കുന്നുണ്ട്. നന്ദിനിയുടെ വീടിന്റെ ഫ്രണ്ടില് പലിശയ്ക്ക് കടം കൊടുക്കുന്നു എന്നും പറഞ്ഞ് ബോർഡ് വെക്കുന്നു. അത് സൂര്യയുടെ ഒരു കൂട്ടുകാരനെ വെച്ചാണ് ചെയ്യുന്നത്. ആ നമ്പറിലോട്ട് നന്ദിനി വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി നന്ദിനി ചോദിക്കുന്നുണ്ട്, എനിക്കൊരു 2 ലക്ഷം രൂപ കടം വേണം. അതിനെന്താ 2 ലക്ഷം രൂപ ഞാൻ തന്നേക്കാം. അല്ല ഈടായിട്ടൊന്നും വേണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് വിശ്വാസാ. ഞാനങ്ങനെ എല്ലാവർക്കൊന്നും കടം കൊടുക്കാറില്ല. എന്നാലും ഇത് സത്യസന്ധമായിട്ടുള്ള ഒരാളാണെന്ന് തോന്നി. നേരിട്ടൊന്ന് കാണാം, എന്നിട്ട് പൈസ തരാമെന്ന് പറയുന്നു. അങ്ങനെ സൂര്യ അയാളെ പൈസ ഏൽപ്പിക്കുന്നുണ്ട് 2 ലക്ഷം രൂപ. അത് നന്ദിനിക്ക് കൊടുക്കുന്നു. അങ്ങനെ തിരികെ ഈ പൈസ പത്മയ്ക്ക് കൊടുക്കാനായിട്ട് വരുന്ന വഴിക്കില് സൂര്യയെ കാണുന്നുണ്ട്. സൂര്യയുടെ കാറിലാണ് നന്ദിനി വീട്ടിലോട്ട് വരുന്നത്. ആരതി വിളിക്കുന്നുണ്ട് നന്ദിനിക്ക്. നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, നീ പലിശയ്ക്ക് വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണമായിരുന്നു കുറച്ച് പൈസ. അതിനായിട്ടാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതിനെന്താ ചേച്ചി, ചേച്ചി വിളിച്ചു നോക്ക്. ഒരു ഈടും കൊടുക്കാതെ എനിക്ക് 2 ലക്ഷം രൂപ തന്നില്ലേ, ചേച്ചിക്കും എന്തായാലും തരുമെന്ന് നന്ദിനി പറയുന്നു. അതും പ്രകാരം ആരതി വിളിച്ചു നോക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അയാള്. പലിശയ്ക്ക് പൈസ കൊടുക്കേ, പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുകയല്ലേ എന്നൊക്കെ അയാൾ മോശമായിട്ട് സംസാരിക്കാം.
അങ്ങനെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നന്ദിനിക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്. അയാളെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു. ഈ നമ്പർ തന്നെയല്ലേ? എനിക്കെന്തോ ഫ്രോഡായിട്ടാണ് തോന്നുന്നത്. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഇനി നിന്റെ നമ്പറിന്ന് വിളിക്കണ്ട, വേറെ ആരുടെങ്കിലും നമ്പറിന്ന് വിളിക്ക് എന്ന് ആരതി പറഞ്ഞു കൊടുക്കുന്നു. ഫ്രണ്ടിൽ സൂര്യ ഇരിക്കുന്നുണ്ടല്ലോ. സൂര്യ സാറേ, ആ ഫോണൊന്ന് തന്നെ, എനിക്ക് ഒരാളെ വിളിക്കാനാ എന്നും പറഞ്ഞ് സൂര്യയുടെ ഫോൺ വാങ്ങിക്കുകയാണ്. അങ്ങനെ നമ്പറൊക്കെ ഡയൽ ചെയ്ത് നന്ദിനി വിളിക്കുന്നു. സൂര്യയാണെന്ന് കരുതി അയാൾ പറയുന്നുണ്ട്, എൻ്റെ സൂര്യ സാറേ, ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് എല്ലാവരും വിളിച്ചോണ്ടേയിരിക്കുക കടം കൊടുക്കാൻ. എൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ? വിളിച്ചിട്ട് ചോദിക്കുക, എനിക്ക് 10,000 വേണം, 20,000 വേണമെന്ന്. എന്താ സാറേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ വരുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിതൊന്നും കൂട്ടു നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് ഇത് സൂര്യയുടെ പ്ലാനാണെന്ന് നന്ദിനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. സൂര്യ സാറിൻ്റെ അടുത്ത് വണ്ടി നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നു. സൂര്യ വണ്ടി നിർത്തുന്നുണ്ട്. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ട് സൂര്യയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാറ്റിനും പുറകിൽ സൂര്യ സാറാണല്ലേ? എന്തിനാ എനിക്ക് പൈസ തന്നെ? എനിക്ക് പൈസയൊന്നും വേണ്ട. എന്താ നന്ദിനി, നീ വീട്ടിലോട്ട് വാ. ആരുടെ പൈസയാണെങ്കിൽ എന്താ, നിനക്ക് അമ്മയ്ക്ക് കൊടുത്താൽ പോരെ? നീ ഇത് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്ക്. വേണ്ട, അങ്ങനെ ഒരു പൈസ ഞാൻ കൊടുക്കില്ല. ഞാനായിട്ട് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ആ കടം വീട്ടും. എന്തായാലും സാറിൻ്റെ പൈസ എനിക്ക് വേണ്ട. അങ്ങനെ പൈസ സൂര്യയ്ക്ക് കൊടുത്ത് ഒരു ഓട്ടോയിൽ കയറി നന്ദിനി പോകുന്നുണ്ട്. നന്ദിനിയുടെ പുറകെ സൂര്യ വിളിച്ചോണ്ട് ചെല്ലുന്നുണ്ട്. എന്നാലും നന്ദിനി ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ പിന്നീട് നന്ദിനിക്ക് ആരതി പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ തരാ എന്ന് പറയുന്നുണ്ട്. 2 ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് ആരതിയും അതുപോലെ നന്ദിനിയും ചൊല്ലുന്നുണ്ട്. അവിടെയാണെങ്കിൽ അയാളൊരു ക്രൂരനായിരിക്കും. അയാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച് പോകുന്നത് ആണുങ്ങളാണെങ്കിൽ പൈസ തന്നില്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഭാര്യമാരെ വിളിച്ചോണ്ടിങ്ങ് വീട്ടിലോട്ട് പോരും. അങ്ങനെയൊക്കെ മോശ സ്വഭാവമുള്ള ഒരാളായിരിക്കും. ഇനിയിപ്പോൾ പലിശയും മുതലും തന്നാലും അയാൾ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് നന്ദിനിയും ആരതിയും അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നത്. നന്ദിനിയെ കാണുന്നതും അയാൾ പൈസ തരാമെന്ന് പറയുന്നു. എന്നാ എന്താ ഈടെന്ന് ചോദിക്കുമ്പോൾ, ഞാനും നന്ദിനിയും വീട്ടിൽ ചെറുതായൊരു കാറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഹോട്ടലിലോട്ട് ഇപ്പം 100 പേർക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി ഓർഡറൊക്കെ കിട്ടും. അപ്പം ഞങ്ങളിത് തിരിച്ചടച്ചോളാം എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ഇത് പ്രകാരം നന്ദിനിക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്നാൽ ഒരുപാട് സന്തോഷത്തിലാണ് നന്ദിനി. ഈ പൈസ പത്മയ്ക്ക് കൊണ്ടു കൊടുക്കണം, അതായിരിക്കും നന്ദിനിയുടെ ലക്ഷ്യം. പൈസയും വാങ്ങിച്ച് നന്ദിനി പോകുന്ന വഴിക്ക് നന്ദിനിയുടെ കാല് ആ ഒരു ഡെസ്കിൽ തട്ടുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്ന് പോയാൽ മതിയെന്ന് അയാൾ പറയുന്നു. അങ്ങനെ നന്ദിനി ഇറങ്ങുന്നു. ആ സമയത്തും ആ വീടിനുള്ളിൽ ഇതുപോലെ സ്ത്രീകളെ കൊടുന്ന് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. നന്ദിനി പൈസ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. തനിക്ക് പൈസ കിട്ടിയെന്നറിഞ്ഞ് ഒത്തിരി സന്തോഷത്തിലാണ് അച്ഛനും വീട്ടിലുള്ള എല്ലാവരും. പൈസ കൊടുക്കാനായിട്ട് നന്ദിനി വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. പത്മയ്ക്ക് ആ പൈസ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ നന്ദിനി അവിടെ വീണ്ടും താമസം തുടങ്ങുന്നുണ്ട്. സൂര്യയ്ക്കാണെങ്കിൽ നന്ദിനിയോട് ചെറുതായൊക്കെ സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ട്. എന്നാൽ അത് പ്രകടിപ്പിക്കാൻ സൂര്യയ്ക്കാവുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് നന്ദിനി കുറച്ചായി പലിശയും മുതലുമായിട്ട് അടച്ചു വീട്ടാൻ തുടങ്ങുന്നത്. അതിനിടയിൽ നമ്മുടെ മിത്ര വന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നന്ദിനിയും ആരതിയും ചേർന്ന് ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ, ഇതുപോലെ കാറ്ററിംഗ് ഒക്കെ. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കണം. നന്ദിനിയെ ഒരിക്കലും നന്നാവാനായിട്ട് മിത്ര വിടില്ലല്ലോ. എല്ലാം ചെയ്യുന്നത് ആരതിയുടെ വീട്ടിലായിരിക്കും. ഇപ്പോൾ കുറച്ച് പൊതികളായിട്ട് വേണ്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇത്ര ഇടിയപ്പം, ഇത്ര ഇഡ്ഡലി, അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ മിത്ര നന്ദിനിയെ ഇല്ലാതാക്കാനായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. നന്ദിനിയുടെ ബിസിനസ് എല്ലാം തകർക്കാനായിട്ട് മിത്ര മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു വിഷം വാങ്ങിക്കുന്നു. അത് കലക്കുവാണ് നന്ദിനി ഉണ്ടാക്കുന്ന കറികളിലും മറ്റും. നന്ദിനിയെ കാണാനായിട്ട് വരുന്ന രീതിയിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അവിടെ എത്തി സംസാരിക്കുന്നു, നല്ല രീതിക്ക് നിൽക്കുന്നൊക്കെ കാണുമ്പോൾ നന്ദിനി അതിലൊക്കെ അങ്ങ് വീഴുന്നുണ്ട്. നന്ദിനിയും മാരുതിയും അറിയാതെ അതെല്ലാം അതിൽ ചേർക്കുന്നു. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് ഇടിയപ്പവും കറിയും നമ്മുടെ മിത്രയും വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. കൂടെ നമ്മുടെ മിത്രയുടെ ഒരു ഫ്രണ്ടും കാണും. ആർക്കും ഒരു സംശയം തോന്നരുതെന്ന് കരുതിയിട്ടാണ് മിത്രയും അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. മിത്ര അങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ഫ്രണ്ട്സല്ല ഒരു ഫ്രണ്ടായിരിക്കും, ഫ്രണ്ടിനും ഫുഡ് കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് വീണ്ടും കഴിക്കുന്നുണ്ട്. മിത്രയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കഴിക്കുന്നു.
നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഞാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയിക്കാനായിട്ടാണ് കുറച്ച് നമ്മുടെ മിത്രയും എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും വയ്യാതാവുന്നുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അത് വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഇതറിഞ്ഞ് നമ്മുടെ സൂര്യയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? നിനക്ക് ഇങ്ങനെയൊന്നും അബദ്ധം പറ്റാറില്ലല്ലോ, എന്താ സംഭവിച്ചേ? അറിയില്ല സൂര്യ സാറേ, ഞങ്ങൾ നല്ല രീതിക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നേ, അത്രയും വൃത്തിയിൽ. ഇതിപ്പോൾ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ മിത്ര വന്നിരുന്നു. മിത്രയോ? അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കിൽ അവളും വരുന്നുണ്ടായിരുന്നു. എന്നെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞത്. അങ്ങനെ കാറ് കയറ്റി എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഉള്ളിലോട്ടും കയറി ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇടിയപ്പം വാങ്ങിച്ചിട്ടാ അവരും പോയത്. അവള് ഒന്നും ചെയ്തു കാണില്ല. വെറുതെ സൂര്യ സാറ് ഒന്നും പറയണ്ട. നിനക്കേ അവളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. അവള് തന്നെയാ ഇത് ചെയ്തു കാണാം. നിന്നെ ഇല്ലാതാക്കാനായിട്ട് അവള് തന്നെ ഇത് ചെയ്തെന്നാ എനിക്ക് തോന്നുന്നേ. എന്തിനാ സൂര്യ സാറേ ഇല്ലാത്തൊക്കെ പറയുന്നേ? ഇല്ലാത്തത് പറയേ. ഞാൻ എന്തിനാ ഇല്ലാത്തൊക്കെ പറയുന്നേ? നീ വാ, എന്തായാലും അവളെ കണ്ട് നേരിട്ടിതൊന്ന് ചോദിക്കണം. ഹോസ്പിറ്റലാണല്ലോ അവളെ ഒന്ന് പോയി ഞാൻ കാണട്ടെ. ഹോസ്പിറ്റലിൽ വയ്യാതെ അഡ്മിറ്റായി കിടക്കുകയാണ് മിത്ര. പോകുന്ന വഴിക്കിലെല്ലാം വളരെ ദേഷ്യത്തിൽ സൂര്യ പറയുന്നുണ്ട്, നീ എന്ത് കാര്യത്തിനാ അവളോട് സംസാരിക്കാനും അവളെ കൂടെ ഇടപഴകാനും നിൽക്കുന്നേ? അവള് നല്ല കുട്ടിയാ, നല്ല കുട്ടി. നിനക്ക് അവളുടെ സ്വഭാവം നേരാവണ്ണം അറിയാഞ്ഞിട്ടാ. നീ പഠിക്കൊരു ദിവസം എല്ലാം കൊണ്ടും. ഇതിനൊക്കെ പുറകില് അവള് തന്നെയാ. അവളൊരു ദുഷ്ട സ്ത്രീയാ, അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ ഒരു പാവായതുകൊണ്ടാ എല്ലാവരെയും സ്നേഹിക്കുന്നേ എന്നൊക്കെ സൂര്യ പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. മിത്രയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുമായിരിക്കും. കൂടെ മിത്രയുടെ ഫ്രണ്ടും കാണും. ഒരുപാട് തവണ സൂര്യ വിളിക്കുന്നുണ്ട്, എന്നാ എഴുന്നേക്കുന്നില്ല. വളരെ ശബ്ദത്തോടു കൂടി സൂര്യ വിളിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങനെ അഭിനയിക്കുന്നേ? സത്യം പറ, നീ അതിൽ എന്താ കലക്കിയത് എന്നൊക്കെ ചോദിക്കുക. ശബ്ദം കേട്ടുകൊണ്ട് ഡോക്ടറും നേഴ്സും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളിത് എന്താ കാണിക്കുന്നേ? അവര് വയ്യാതെ കിടക്കുക, എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ, ഇവൾ അഭിനയിക്കേ? ആരെങ്കിലും വയ്യാന്ന് പറഞ്ഞ് അഭിനയിക്കോ? ഇവൾക്ക് വയറ്റിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, വളരെ പ്രശ്നമാ. എന്തായാലും ആ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ദേ കുട്ടി, നീ ഇയാളെ വിളിച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടോ? സൂര്യ സാറേ ഒന്ന് വാ, നമുക്ക് പുറത്തോട്ട് പോവാം. ഈ സമയത്ത് മിത്ര ഇങ്ങനെ കണ്ണ് പതിയെ തുറന്ന് നോക്കുന്നുണ്ട്, സൂര്യ പോയോ എന്ന്. അത്രയധികമൊന്നും കഴിച്ചിട്ടില്ല, ചെറുതായേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നന്ദിനി സൂര്യയെ വിളിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മിത്ര കണ്ണ് തുറക്കുന്നുണ്ട്. മിത്രയുടെ അടുത്ത് കിടക്കുന്ന മിത്രയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എന്തായാലും വല്ലാത്ത സാധനമാടി. നീ എന്നെ കൊന്നില്ല എന്നല്ലേ ഉള്ളൂ. നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് നീയും അത് കഴിച്ചില്ലേ? നീയല്ലേ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്? അതുകൊണ്ടാ ഞാൻ നിനക്ക് ഇത്തിരി കൂടുതൽ തന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേടി? നീ എന്നെ കൊല്ലാനായിട്ട് തന്നെ ആയിരുന്നോടി എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കൊല്ലുവോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നിനക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നില്ലേ, പിന്നെന്താ പ്രശ്നം? അഥവാ ഞാൻ മരിച്ചു പോയാൽ നീ അതും വിറ്റ് കാശാക്കില്ലേ? അവളെ ഇല്ലാതാക്കാന് ആ പേരും പറഞ്ഞ് നീ എന്നെ കൊല്ലുമായിരുന്നു. എനിക്കറിയാടി നിന്റെ സ്വഭാവം. ഇനി എന്തായാലും നിന്റെ കൂടെ ഞാനൊരു സ്ഥലത്തോട്ടുമില്ല എന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നാളത്തെ അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. സൂര്യയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച നന്ദിനിയോടുള്ള സ്നേഹം സൂര്യ പുറത്ത് കാണിക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നാളെ വീണ്ടും കാണാം. ബൈ.